കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഗുരുവായൂരപ്പാ, ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ, ഞങ്ങളെ കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. കാല് പിണച്ചു വെച്ചിരിക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണനാ. ആ പിണച്ചു വെച്ചിരിക്കുന്ന രണ്ട് കുഞ്ഞിക്കാലുമല്ല, അതാ പൊന്തളകൾ ചേർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഉണ്ണിക്കണ്ണൻ. ഒരു കുഞ്ഞികൃഷ്ണൻ നല്ല കൗതുകത്തില്. അധികം തടിയൊന്നുമില്ല, എന്നാൽ നല്ല സുന്ദരക്കുട്ടനാണ്. അങ്ങനെയാണ് അത്. അരേഴ് പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ആ കുഞ്ഞി കുമ്പേനോട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. പിന്നെ കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുക കേട്ടോ. രണ്ട് കൈയോട് കൂടി പൊന്നോടൊക്കെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. മുരളിഗാനത്ത് വേണുഗാനം തുടങ്ങാൻ പോണേ ഉള്ളൂ. ആ തയ്യാറായിട്ട് എല്ലാ ഭക്തന്മാരും വന്നില്ലേ, അയാൾ വന്നില്ലേ, അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാവ. എല്ലാ ഭക്തന്മാരും കാത്തു നിന്നിട്ട് മുരളിഗാനം പൊഴിക്കാൻ തയ്യാറാക്കണം. ഒരു പൊന്നുണ്ണി കാണാൻ അതാ രസം. നല്ല രസമാണ് കാണാൻ, നല്ല സന്തോഷമായിട്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിമിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം. വരുന്ന ഭക്തന്മാർക്ക് തന്നെ മന്ദഹാസം കൊണ്ട് സന്തോഷം കൊടുക്കുന്ന ഒരു പൊന്നുണ്ണി കാണാൻ. അത് ശ്രീലകത്തെ പൊന്നുണ്ണി കാണാൻ തന്നെ, ഒരു സംശയമില്ല. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മോള് 3 തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളത്, ഒന്ന് വെളുത്ത പൂവ് തുളസിപ്പൂ ഇങ്ങനെ പൊട്ട് പോലെ ആയിട്ടുള്ളത്, അങ്ങനെ ഒന്ന്. പിന്നെ തെച്ചിപ്പൂ മാത്രം ഇട്ടൊന്ന്. അങ്ങനെ 3 തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിന് നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകളാണ്. നല്ല ഉണ്ടമാലകൾ നിന്നാണ് തടിച്ചുരുണ്ട ഉണ്ടമാലകൾ. ഒരു ഉണ്ടമാല എങ്ങനെ വെച്ചാൽ ചുവന്ന താമരയോടുള്ള ഒരു ഉണ്ടമാല, മറ്റേ എങ്ങനെ വെച്ചാൽ തെച്ചി തുളസി വെളുത്ത ഒരേപോലെ കട്ടിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. 2 ഉണ്ടമാലകളും നല്ല ഭംഗിയുണ്ട്, തിരുമുടിമാലകളും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിലാ ഉടക്കോഴി വിളിക്കാൻ തയ്യാറായിക്കണം ആ മുരളീധരൻ നിൽക്കണത് കേട്ടോ. എന്താ സന്തോഷം എന്നാ വിചാരിച്ച്. നമ്മളൊക്കെ കണ്ട കണ്ണൻ അത്ര കണ്ട് സന്തോഷമാണ്. അതുപോലെ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ടതാ 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതിൽ 4 തെച്ചിയും തുളസിയായിട്ടുള്ളതാ. ബാക്കി 2 കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്രമായിട്ടാ. അതും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണി ആ ശ്രീലകത്ത് ഇങ്ങനെ കൊഴലൂതാൻ തയ്യാറായിട്ട് നിൽക്കുക. എല്ലാവരും വന്നിരുന്നോളൂ കേട്ടോ. ഹൃൽഗ്രന്ഥിയാകും കുരു പൊട്ടുവാനായി വാതാലയാദീശ്വര ഞാൻ ക്ഷണത്തിൽ തൃക്കാലടിച്ചിറ്റമൃതിൽ കുനുന്തു പറ്റിച്ചിടാം സ്നേഹരസത്തിൽ മുക്കി മുറ്റത്തു മണ്ണിൽ കളിയാടിമേവും കറ്റക്കിടാവാം ഹരിയേ സരാഗം ഇക്കൈകളാൽ വാരിയെടുത്തു പൊക്കി ഒക്കത്ത് വെച്ചൊന്ന് പുണർന്നിടും ഞാൻ. സത്യം, അതാണ് മോഹം. നമ്മുടെ ഭക്തന്മാരെ ഓരോരുത്തരും മോഹം ആ പൊന്നുണ്ണി കണ്ണനെ വാരിയെടുത്ത് ഉപയോഗിക്കാനാ തോന്നുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. നാരായണ. അങ്ങനെ ആ തൃശ്കാരിപ്പിടച്ച് വെച്ചിരിക്കണ ആ പൊന്നുണ്ണി കണ്ണ് തൃപ്പാദം 2 മുറുകെ പിടിച്ച് വീണ് നമസ്കരിക്കുക. ആദ്യം ആ തൃപ്പാദം 2 മുറുകെ പിടിച്ച് നേരെ മേലോട്ട് നോക്കുക. പൊന്നുണ്ണി കണ്ണനത് അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി. ഒരു ഉണ്ണിക്കണ്ണൻ തന്നെയാ ശ്രീലകത്ത് കേട്ടോ, നല്ല ഭംഗിയായിട്ട്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. കണ്ണൻ ഇഷ്ടമാണ്. കണ്ണൻ എത്ര കണ്ട് നമ്മൾ സ്നേഹിക്കണു, അത് എത്രയോ ഇരട്ടി നമ്മൾ സ്നേഹിക്കും കണ്ണൻ. അങ്ങനെയാണ് ആ കണ്ണൻ. ആ കണ്ണൻ്റെ നാമം ജപിക്കാൻ മടിക്കണ്ട, ഉറക്ക ജപിച്ചോളൂ. കണ്ണൻ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.